ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് വടയാണ്. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പിയും നല്ല സ്പൈസിയും ആയിട്ടുള്ള പരിപ്പ് വടയാണ്. ആദ്യം ഒരു 1.5 കപ്പ് ചന്ന ദാൽ ഒരു 4 hours സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു വെല്ലുള്ളി, പിന്നെ ഒരു 10 ചെറിയുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 7 ഡ്രൈഡ് റെഡ് ചില്ലീസ്. സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചന്ന ദാലിൽ നിന്ന് ഒരു 3-4 സ്പൂണ് മാറ്റി വയ്ക്കുക. നമ്മൾ ഒരു 3/4 ചന്ന ദാൽ നമ്മൾ മിക്സി ജാറിലിടും. പെരുംജീരകം ആഡ് ചെയ്യും. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി, അതൊരു 1/2 ഉള്ളി ആഡ് ചെയ്യും. പിന്നെ വറ്റൽമുളക് ഫുള്ള്. എന്നിട്ടത് മിക്സിയിൽ ഒരു 2 to 3 times പൾസിൽ അരച്ചെടുക്കണം. ഫുള്ള് പേസ്റ്റ് ആവരുത്, അത് ഒരു തരി പരുവത്തിലായിരിക്കണം, എന്നാലേ ക്രിസ്പാവുള്ളൂ. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ചന്ന ദാൽ മിക്സി ജാറിൽ വയ്ക്കുക. അതിൽ കുറച്ച് അസഫറ്റീഡ, കായം, ഇതിൻ്റെ പൊടി ചേർക്കുക. പിന്നെ കുറച്ച് ഉപ്പ്. എന്നിട്ട് അത് നല്ല പോലെ അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ. എന്നിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചേക്കുന്ന അതിൽ മിക്സ്ചറിൽ ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചന്ന ദാലും ഉള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 3-4 കൊളുന്ത് കറിവേപ്പില ആഡ് ചെയ്യുക, കട്ട് ചെയ്തിട്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ദാൽവടയുടെ ഷേപ്പിലാക്കി എടുക്കണം. ആദ്യം ഓരോ ഉരുളയാക്കുക. എന്നിട്ട് 2 കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്ത് വെക്കുക. വിരൽ കൊണ്ട് പ്രസ് ചെയ്യരുത്, കൈയിൻ്റെ അടിഭാഗം കൊണ്ട് തന്നെ പ്രസ് ചെയ്യണം. എന്നിട്ട് വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. നല്ല കഴിയുന്ന നേരിയതാക്കിയിട്ട് അമർത്തുക. എന്നിട്ട് ഒരു കടായി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത്, അപ്പോൾ ഉൾഭാഗം ആവില്ല. എന്നിട്ട് എണ്ണ ചൂടാവുമ്പം ഓരോന്നായിട്ട് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്യൂ, ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഉൾഭാഗം ആവില്ല. അത് കളർ ചേഞ്ചായി വരുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒരു 5 മിനിറ്റ് വീതം വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ സ്പൈസി ആൻഡ് ക്രിസ്പി പരിപ്പ് വട ആയേക്കാണ്. ഈവനിങ് സ്നാക്സിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Please like, comment and subscribe and share. Thank you for watching. Thank you.